Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും ജാമ്യം എടുക്കുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷ് ചെയ്യുമ്പോഴാണെന്നല്ലേ വിചാരിച്ചേക്കുന്നത്. അല്ല കേട്ടോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെജിറ്റേറിയൻ ഡിഷും അല്ല നോൺ വെജിറ്റേറിയൻ ഡിഷും അല്ല ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡെസേർട്ടാണ്. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അതിനേക്കാട്ടിലും മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റിനെ കുറിച്ചാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാര്യം എനിക്ക് എത്ര പറഞ്ഞാലും മതി തീരാതെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം വേറെ ആരുമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായ ചിലപ്പോൾ ജ്യേഷ്ഠനാകാം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു അനിയനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിരിക്കാം. ഏത് രീതിയിലും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അത്ര എന്താ പറയാ, ഞങ്ങളെ സംബന്ധിച്ച് അത്ര എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് വാക്കുകളില്ല. അത്രയും നല്ലൊരു സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഓരോ വാക്കുകൾക്കും പ്രാധാന്യം തന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ആനീസ് കിച്ചണിൽ വരുന്നത്. വേറെ ആരുമല്ല, മണിയമ്പിള്ള രാജുചേട്ടനാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അപ്പൊ രാജുചേട്ടനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, രാജുചേട്ടന് വീട്ടിലാണെങ്കിലും ഞാൻ എന്നതേലും ഒരു ഭക്ഷണം കൊടുത്തു വിടുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഈ ഭക്ഷണം കൊടുത്തു വിടാൻ രാജുചേട്ടന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഈ രുചി നോക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഉപ്പ് കുറഞ്ഞാലും പുളി കുറഞ്ഞാലും ഒക്കെ എനിക്ക് പേടിയാണ് രാജുചേട്ടന് കൊടുക്കുക. അതേപോലെ മോൻ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോഴത്തേനാണെങ്കിൽ രാജുചേട്ടൻ സ്ഥിരം കസ്റ്റമറാണ്. അപ്പം ഒരു പ്രാവശ്യം എങ്ങാണ്ട് ഫ്രൈഡ് റൈസിന്റെ ഒരു ടേസ്റ്റ് മാറി എന്ന് പറഞ്ഞിട്ട് രാജുചേട്ടൻ ഇനി പറയാനൊന്നുമില്ല. അത്ര ആ ഒരു സ്വാതന്ത്ര്യം രാജുചേട്ടൻ എത്രയായാലും ഞങ്ങളുടെ ലൈഫിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക്, അതായത് ഞാനും എൻ്റെ ഏട്ടനും ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി വൺ അമംഗ് ദ പേഴ്സൺ രാജുചേട്ടനായിരുന്നു. രാജുചേട്ടനുണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്, വേണുചേട്ടൻ അതായത് വേണു നാഗവള്ളി ചേട്ടനുണ്ട്. ഇവരെല്ലാവരുമായിരുന്നു ഞങ്ങളുടെ ഏക സപ്പോർട്ട് എന്ന് പറയുന്നത്. മെയിൻ സുരേഷ് ചേട്ടൻ, ഓഫ് കോഴ്സ് ക്യാമറമാൻ ദിനേശ് ബാബു, ഇവരൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട്. എന്നാൽ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അപ്പനെയും അമ്മയും അപ്പനെയൊക്കെ സമാധാനിപ്പിച്ചതും ഈ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതും ഒക്കെ രാജുചേട്ടനും ജഗദീഷ് ചേട്ടനുമാണ്. അവർ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് എൻ്റെ ആ ഒരു സമയത്ത് അപ്പനെ കാണാൻ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. കാര്യം ഇവരൊക്കെ ചെന്ന് സംസാരിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പം എൻ്റെ അപ്പനൊരു മാറ്റം ഉണ്ടായത് ഒക്കെ. അപ്പൊ രാജുചേട്ടൻ ഈ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ രാജുചേട്ടൻ ഒരു ഡെസേർട്ട് മതി എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ രാജുചേട്ടൻ ഞാൻ പറഞ്ഞില്ല, ഒരു ഡെസേർട്ടായിട്ട് ഉണ്ടാക്കിയാൽ എനിക്ക് മനസ്സിനൊരു തൃപ്തിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഡെസേർട്ട്സ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഒത്തിരി ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒന്നൊരു പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കി വെച്ചു, ഒന്നൊരു ഹോട്ട് ചോക്ലേറ്റ്. അത് ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ലാവ അങ്ങനത്തെ അല്ല, ഒരു ബ്രെഡ് വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് പുഡിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എക്ലെയർ കേക്ക് ഉണ്ട്. അതല്ലാതെ ഒരു ബിസ്ക്കറ്റ് കേക്കും കൂടെ ഞാൻ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് രാജുചേട്ടന് വേണ്ടി ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ രാജുചേട്ടന്റെ ഫാമിലി, ഈവൻ നിരഞ്ജൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അവനിപ്പം നല്ലൊരു ആക്ടറാണ്. ചെറുപ്പത്തിലൊക്കെ ശരിക്കും നിരഞ്ജനയൊക്കെ ഒത്തിരി ഭക്ഷണം കഴിക്കാനൊക്കെ അവന് ഒത്തിരി പ്രയാസമൊക്കെ ആയിരുന്നു. അന്നേരം ഇന്ദിര ചേച്ചി, അതായത് രാജുചേട്ടന്റെ വൈഫ്, എപ്പോഴും എന്നെ വെച്ചിട്ട് അവനെ വഴക്ക് പറയിപ്പിക്കുമായിരുന്നു. നീ വഴക്ക് പറ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നും അവൻ എന്നെ കാണുമ്പം എന്നൊക്കെ പറഞ്ഞിട്ടേ സംസാരിക്കുള്ളൂ. ഒരു എന്താ പറയാ, ഒരു ഫ്രീ ആയിട്ട് അവൻ വർത്താനം പറയാൻ പോലും ഇച്ചിരി പേടിയാ. അത്ര എന്നെ കൊണ്ട് പേടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജുചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ വീട്ടില് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ബർത്ത്ഡേ വരുവാന്നേലോ ഒരു ഫംഗ്ഷൻ വരുവാന്നേലും എന്നാണേലും ഏതൊരു ഫംഗ്ഷൻ എൻ്റെ വീട്ടിൽ നടത്തിയാലും ഒരു ചെറിയൊരു പാർട്ടി ആയിക്കോട്ടെ, അതിൽ പോലും രാജുചേട്ടനില്ലാത്ത ഒരു ഫംഗ്ഷനും ഞങ്ങൾ നടത്തിയിട്ടില്ല. അതാണ് സത്യം. അപ്പൊ ഇന്ന് രാജുചേട്ടൻ വരുമ്പോൾ ഒരു ഡെസേർട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചോക്ലേറ്റ് എക്ലെയർ പുഡിംഗ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് നോൺ വെജ് ആണ്, വെജ് അല്ല. പക്ഷെ ഇത് ഹെവി ആണോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ചേരുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് ആണ്. പക്ഷെ പുഡിംഗ് ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാലും നമ്മളിത് എപ്പോഴും ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ഡെസേർട്ടൊക്കെ നല്ലപ്പോഴും ഉണ്ടാക്കത്തുള്ളൂ. എന്നാലും ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു സ്വാർത്ഥ ചിന്തയും കൂടെ ഞാൻ എൻ്റെ മനസ്സിലെടുക്കുക. അതുകൊണ്ട് നമുക്ക് ഇത് ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മതി. പക്ഷെ അതിനകത്ത് ഒരു എക്സ്ട്രാ വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഒരു ഫ്രഷ് ക്രീം. അതിപ്പോൾ ഞാൻ പറയത്തില്ലേ, ഇപ്പോൾ എന്താ പറയുക, ചൈനീസ് കുക്കിംഗ് ആണെങ്കിൽ നമുക്കൊരു 3 സോസ്, വൈറ്റ് വിനീഗർ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൈസ് വിനീഗർ, സാദാ വിനീഗർ, ഇതൊക്കെ ഒരു ബേസ് ആയിട്ടൊരു ചില കാര്യങ്ങളുണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ ചൈനീസിന് ഒരുപാട് വിഭവങ്ങൾ ആവശ്യമില്ല. ഇപ്പം ഇറ്റാലിയൻ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് ഹെർബ്സിന്റെ ആവശ്യമുള്ളൂ. അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതെല്ലാം പോട്ടെ, നമ്മുടെ വീട്ടിൽ തന്നെ ഇന്ത്യൻ ഫുഡിൽ സൗത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരു 4 പൊടിയാണ് ആവശ്യം. ഏതൊക്കെയാ? മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കറികൾ ഉണ്ടാക്കാം. എന്ന് പറയുന്ന പോലെ ചൈനീസിനകത്ത് 3 സോസാണ് ഏറ്റവും
കൂടുതൽ പ്രധാനം. അതിൻ്റെ കൂടെ ഒരു വിനീഗർ. ഇതിൽ കൂടുതലൊന്നും വേണ്ട. എന്ന് പറയുന്ന പോലെ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചേച്ച് തന്നെയാണ് ഞാൻ ഇന്ന് ആ പുഡിങ്ങും ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ആക്ച്വലി ബിസ്ക്കറ്റ്സ് ഇതാണെങ്കിൽ ഫ്ലേവേർഡ് അല്ല, ഇത് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഹോർലിക്സ് ഒക്കെ ഇതിനകത്ത് ഹോർലിക്സ് ബിസ്ക്കറ്റ് ഒക്കെ ഇടാമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അതൊന്നും വേണ്ട. ഇതിനൊക്കെ ഫ്ലേവേർഡ് ആയതുകൊണ്ട് വേണ്ട. അതുകൊണ്ട് ആരോ റൂട്ട് ഏറ്റവും കൺവീനിയൻറ്റ്. പിന്നെ കുറച്ച് ഡയറി മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ടോ ഇത് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ്, അതായത് ചോക്ലേറ്റ് കനാഷ് ഉണ്ടാക്കാനായിട്ടാണ്. ഇനിയിപ്പം ചോക്ലേറ്റ് കനാഷ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് ഇങ്ങനെയൊക്കെ മേടിച്ചില്ല എന്നുണ്ടെങ്കിലും സാധാ നമ്മുടെ വീട്ടിലൊരു ചോക്ലേറ്റ് മുട്ടായി ഉണ്ടെങ്കിൽ അതായാലും മതി. അതുകൊണ്ട് ഇന്നത് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. കാര്യം ആദ്യമായിട്ട് ഈ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന മുട്ടായി വെച്ചാൽ ഉരുക്കി ഉണ്ടാക്കിയത്. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഇപ്പൊ ഞാൻ ആ കഥയാ പറഞ്ഞത്. ഫ്രഷ് ക്രീം എപ്പോഴും ഒരു ചെറിയ പാക്കറ്റ് നമ്മുടെ വീട്ടിലെപ്പോഴും സ്റ്റോക്ക് ചെയ്താലുണ്ടല്ലോ ഇങ്ങനത്തെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കും. പിന്നെ ബട്ടർ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാ. കാര്യം പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബ്രെഡ് ബട്ടർ ജാം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ എപ്പോഴും കരുതുന്ന ഒരു സാധനമാണ്. അതേപോലെ കരുതുന്ന ഒരു സാധനമാണ് മുട്ട. വാനില എസെൻസ് ആയിരിക്കും സ്ഥിരം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന ഒരു എസെൻസ് എന്ന് പറയുന്നത്. ബാക്കി എസെൻസ് ഒക്കെ പിന്നെയും റെയറാ. വാനില മിക്കവാറും സ്റ്റോക്കാ. ഇത് സ്റ്റോക്ക് ചെയ്താലും ചീത്തയൊന്നും ആയി പോകത്തില്ല കേട്ടോ. പിന്നെ വേണ്ടിയത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് ഒരു ഇച്ചിരി മൈദ ഉപയോഗിക്കാം. ഇതിപ്പം 1/2 കപ്പ്, അളവുള്ള കപ്പുകളെല്ലാം മെഷർമെന്റ് കപ്പ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അതനുസരിച്ചിട്ടുള്ള 1/2 കപ്പിന്റെ അളവായത്. പിന്നെ ഉള്ളത് പാല്. ഈ പാല് എന്നാന്ന് വെച്ചാൽ നമ്മുടെ മെഷർമെന്റ് കപ്പിൽ തന്നെ ഒരു 4 കപ്പ് വരും. അതാകുമ്പോൾ 4 കപ്പ് എന്ന് പറയുമ്പോൾ 2 കവർ പാല് കണക്കാക്കിക്കോ. അതാ അതിന്റെ ശരി. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് പണിയൊന്നുമില്ല. എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതാണ് ഏറ്റവും വേണ്ടിയ. ആദ്യം ഫസ്റ്റ് പാൽ ഒഴിച്ചു. ഇതിനകത്തോട്ട് തന്നെ ഞാൻ തന്നെ ഈ മുട്ട ഇടുക. ഇതിന് ആക്ച്വലി മുട്ടയുടെ ഉണ്ണി മാത്രമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 മുട്ടയുടെ ഉണ്ണി മാത്രം വേണം. അതല്ല മുട്ടയുടെ ഉണ്ണി അത്രയും നമ്മൾ എൻ്റെ മുട്ടയുടെ ഉണ്ണി 8 തിന്നേന്ന് പറഞ്ഞ് നിർവഹിക്കാനാണെങ്കിൽ വേണ്ട, ഒരു 4 ഫുൾ മുട്ട എടുത്തേച്ചാൽ മതി. ഇപ്പം 1 ലിറ്ററോളം പാലുള്ളതുകൊണ്ട് ഞാനൊരു 6 മുട്ട വിത്ത് വൈറ്റ് അല്ല, വൈറ്റും കൂടെ ചേർത്ത് എടുക്കുന്നതുകൊണ്ടാണ് ഇതിന് ഞാൻ 6 എടുത്ത, അല്ലെങ്കിൽ 8 മുട്ടയുടെ ഉണ്ണി മാത്രം. ഇപ്പൊ ഫുള്ളായിട്ട് ചേർത്താൽ ചിലർ വൈറ്റ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കും, അത് വേറെ. ഇപ്പൊ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുൾ എഗ് എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടി എന്നാന്ന് വെച്ചാൽ ഒരു 150 grams ഓഫ് ബട്ടർ ആണ് ആവശ്യം. അപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വെളിയിൽ നിന്ന് മേടിക്കുന്ന ഒരു 100 gram ബട്ടർ ആയിരിക്കും അല്ലേ. അപ്പം അതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ഹാഫ്, അല്ലെങ്കിൽ ഒരു അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു വലിയ ലോഫാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരു വലിയ പീസ് ഓഫ് ബട്ടർ ആയിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു 4 ടേബിൾ സ്പൂൺ കണക്കാക്കി ഇട്ടാൽ മതി. ഇതിപ്പോൾ നമ്മൾ 4ആയിട്ട് മുറിക്കുവാന്നേൽ കറക്റ്റ് 4 ടേബിൾ സ്പൂണേ ഉള്ളൂ. പക്ഷെ എന്നാലും ബട്ടർ ഇടുകയാണെങ്കിൽ നല്ലതാട്ടോ, കുറച്ച് ടേസ്റ്റും കൂടും. ഞാൻ 50 grams പ്ലസ് കുറച്ചുകൂടെ എടുക്കുക. ദാറ്റ് മീൻസ് ഒരു 75 grams വെച്ചോളൂ. പിന്നെ വേണ്ടിയത് കോൺസ്റ്റാർച്ച് ആണ്. അത് ഞാൻ പറഞ്ഞ ഒന്നെങ്കിൽ കോൺസ്റ്റാർച്ച് അല്ലെങ്കിൽ മൈദ. കോൺസ്റ്റാർച്ച് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനിയിപ്പോൾ കോൺസ്റ്റാർച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ നോക്കിയോ, നമ്മുടെ കയ്യിൽ കസ്റ്റർഡ് പൗഡർ ഇല്ലേ, നമ്മൾ കസ്റ്റർഡ് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കസ്റ്റർഡ് പൗഡർ കാണുമല്ലോ, അത് ഇട്ടേച്ചാൽ മതി. ഇനിയിപ്പോൾ അതും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ മൈദ ഇട്ടേച്ച് ഒരു ഇച്ചിരി ഫുഡ് കളർ യെല്ലോ ചേർത്തേച്ചാലും മതി. ഏതായാലും ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പാണ് ഇടുന്നത്. ഇനി എനിക്ക് വേണ്ടിയത് ഈ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഞാൻ മുഴുവൻ ഒഴിക്കുകയല്ല, കാര്യം എനിക്ക് ചോക്ലേറ്റ് ഉരുക്കാനായിട്ടും കൂടെ ഒരു ഇച്ചിരി ഫ്രഷ് ക്രീം വേണം. അപ്പം ഇതിൻ്റെ ഒരു 1/2 പോർഷനോളം ഞാൻ ഇതിൻ്റെ കൂടെ ഇടുക. അപ്പൊ ഇനി നമുക്ക് വേണ്ടി കുറച്ച് പഞ്ചസാര. ഈ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ മധുരം അനുസരിച്ച്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര ഷുഗർ കട്ടിങ്ങോ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ എനിക്കുള്ള നേര് പറയാലോ, വായിക്ക് രുചിയായിട്ട് ഭക്ഷണം വേണം. ഉള്ള നേര് പറയാം. പഞ്ചസാര ആണെങ്കിലും ഉപ്പാണെങ്കിലും എരിവാണെങ്കിലും പുളിയാണെങ്കിലും ഉള്ളത് സ്വാദായിട്ട് കഴിക്കാറുണ്ട്. ഇതിനാവശ്യമുള്ള പഞ്ചസാര നമ്മൾ ഇടുക. ഞാനിപ്പോൾ തന്നെ ഇതൊരു വലിയ തവിയ, ഇതിനൊരു കണക്കാക്കി 1 സ്പൂണ് 1.5 സ്പൂൺ മാക്സിമം.
ഓക്കെ, ഇനി വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ കുറച്ച് വാനില എസൻസ് ഒഴിക്കണം. ഇത് പിന്നെ ചേർത്ത് വെച്ചാലും മതി. ഓക്കെ, പിന്നെ അങ്ങനെ നമ്മൾ വിട്ടുപോയാലോ, മസ്റ്റ് അല്ല, പക്ഷെ എന്നാലും നമുക്ക് ചേർക്കണം. ഇനി അടുപ്പ് കത്തിക്കുക. അടുപ്പ് കത്തിക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റ് കത്തിച്ചാൽ മതി. എന്നാന്നറിയാവോ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ്ചർ എന്ന് പറയുന്ന സാധനം നമ്മൾ കൂടെ നിന്ന് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കയറി അടി പിടിക്കും. അപ്പൊ സൂക്ഷിച്ച് എപ്പോഴും കൂടെ നിന്ന് അത് ഫുൾ അലുത്തതിന് ശേഷം മാത്രമേ ഇതിനെ വിട്ടിട്ട് പോവാവുള്ളൂ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ കൈ വിടാതെ ഇളക്കണമെന്ന് പറഞ്ഞതെന്നു വെച്ചാൽ ഇത് കുറുകി തുടങ്ങുമ്പോഴത്തേക്ക് അങ്ങ് പെട്ടെന്ന് അങ്ങ് കുറുവേ. ഇനി അഥവാ നമ്മളിപ്പോൾ ഈ കുറുകുന്ന സമയത്ത് നമുക്ക് തന്നെ ടെൻഷനായി, ഇതിങ്ങനെ കട്ട പിടിച്ച് പോകുന്നു, ഒത്തിരി ലംസ് വരുന്നുണ്ട്, നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതൊന്നും പേടിക്കണ്ട. നമ്മുടെ ഒരു ഹാൻഡ് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് ഉടച്ചെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ വെച്ച് നല്ലതായിട്ട് അടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉടയ്ക്കാനുള്ള എന്താ പറയുക, ഇതേപോലെ നമുക്ക് കയ്യിൽ സാധനം എടുത്തുണ്ടെങ്കിൽ അതായാലും മതി. ഏതായാലും ഇനിയിപ്പോൾ മത്താണെങ്കിൽ അതായാലും മതി. പക്ഷെ നമ്മളിത് കുറുക്കി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഈ കട്ടയായിട്ട് വരുന്ന സാധനങ്ങളൊന്നും പാടില്ല. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് മിക്സിയിൽ അടിക്കുവാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എന്നതേലും അരപ്പോ എന്നതേലും അരച്ചേച്ച് വെച്ചിരിക്കുന്ന മിക്സി ആണെങ്കിൽ ഉപയോഗിക്കരുത്. കാര്യം അങ്ങനെ നമുക്ക് നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൽ നിന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ബ്രെഡോ എന്നതേലും ഒന്ന് പൊടിച്ച് അതിൻ്റെ ആ മണം ഒന്ന് മാറ്റിയേച്ച് വേണം ഇത് അടിക്കാനായിട്ട്. ഇത് ചെറുതായിട്ട് ലൂസായാൽ പോരാ, നല്ല കട്ടിയാവണം. അപ്പോഴേ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഭയങ്കര കട്ടിയാവത്തുള്ളൂ. അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസ് ആവത്തില്ലേ, അന്നേരം അത് പറ്റത്തില്ല. ഇനിയിപ്പോൾ വാനില എസൻസ് അന്നേരം ഒഴിക്കാൻ സമയം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്താണെങ്കിലും വാനില എസൻസ് ഒഴിക്കാം. ഞാനിപ്പോൾ ഒഴിച്ചുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. തീ നല്ലോണം കുറച്ചോണം. നമ്മൾ കൂടെ നിൽക്കുവാന്നേ മാത്രമേ തീ കൂട്ടാവുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് കുറുകി തുടങ്ങി കഴിയുമ്പോൾ അതിനൊരു മൈനസ് പോയിന്റ് എന്നാന്ന് പറയുക, പെട്ടെന്ന് കയറി പാത്രത്തിന്റെ അടിയിൽ കയറി പിടിക്കും. അപ്പോൾ അത് സൂക്ഷിക്കണം. ബട്ടറും എല്ലാം ഇട്ടിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പെട്ടെന്ന് കയറി അടി പിടിക്കും. ഓക്കെ, ഇപ്പൊ നമ്മുടെ തന്നെ ഈ ഒരു കസ്റ്റേർഡ് എന്ന് പറയുന്നത് നല്ല കുറുകിയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. ഇത് ഞാനിപ്പോ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മാറ്റി വെച്ച് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ഉരുക്കണം. ചോക്ലേറ്റ് ഉരുക്കുന്നത് ശരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയറി മിൽക്കോ ഏതാ നമ്മുടെ 5 സ്റ്റാറോ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവർ ഏതാന്ന് വെച്ചാൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഡയറി മിൽക്കാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഈ ബാക്കി വന്ന ക്രീം വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാൻ പോവാണേ. അതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളമോ പാലോ എന്നാ നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ ചേർക്കുക. എൻ്റെ കയ്യിലിപ്പം ഇച്ചിരി വെള്ളമാണ് ഉള്ളത്, അത് ഞാനങ്ങ് ചേർക്കുക. ഇതൊരു ചെറിയ തീയയിലിരുന്ന് ഇത് നല്ലതായിട്ട് ഒന്ന് ഉരുകട്ടെ. ആ സമയം കൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് കട്ടിയുണ്ട്. ആ കട്ടി ഒന്ന് ഉടച്ചെടുക്കാൻ പോവുക. മിക്സിയിലാണെങ്കിൽ കുറച്ചൊന്ന് തണുത്തേച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒരു ബീറ്റർ പോലത്തെ ഒരെണ്ണം മേടിച്ച് വെക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ കട്ട കെട്ടുന്നതൊക്കെ ഉടച്ചെടുക്കാൻ ഏറ്റവും നല്ല സാധനമാണ്. കണ്ടോ, ഇതിന്റെ ടെക്സ്ചർ മാറി. നേരത്തെ കുറച്ച് കട്ട കെട്ടി കിടക്കുമല്ലായിരുന്നു, അന്നേരം ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഒട്ടും കട്ട പാടില്ലേ. കട്ട ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ അത് കടിച്ചാൽ കൊള്ളുകയല്ലേ. ഓക്കെ, ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ ബിസ്ക്കറ്റ് ഒന്ന് നമ്മുടെ ഏത് പാത്രത്തിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ലെയർ ചെയ്യാം. നട്ട്സ് വേണമെങ്കിൽ ഇടാം, ഏത് വേണമെങ്കിലും. ഇനിയിപ്പോൾ ഇതേപോലത്തെ ഒരു ട്രേ നമുക്കില്ലെങ്കിൽ ഈ കൊച്ചു പാത്രങ്ങൾ കാണുമല്ലേ, അതായത് ഈ ഒരു ബിസ്ക്കറ്റിന്റെ വട്ടത്തിനുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്തേച്ചാലും മതിയേ. ഫസ്റ്റ് ഒരു ലെയർ ഞാൻ ബിസ്ക്കറ്റ് ഇട്ടു. ഇനി ഇതിന്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉള്ളിടത്ത് ഒരു ഇച്ചിരി പൊടിച്ച് ചേർത്തേച്ചാൽ മതി.
നമുക്ക് ഓരോന്നായിട്ട് ലെയർ ചെയ്യാം. ഫസ്റ്റ് ഒരു ബാച്ച് ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഇച്ചിരി ചൂടായിട്ട് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ബിസ്ക്കറ്റ് ഒന്ന് ഇച്ചിരി കുതിരാനായിട്ട് സഹായിക്കും. ചോക്ലേറ്റ് നല്ലതായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി ഞാനിത് അങ്ങ് ഓഫ് ചെയ്യുക. ഇതൊന്നും ചെയ്യില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. കട്ടിയാവുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒഴിച്ചാൽ മതി ഇതിനകത്തോട്ട്. ഇനി അടുത്ത ലെയർ. ഓക്കെ, നമ്മുടെ കസ്റ്റേർഡ് കംപ്ലീറ്റ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും ബിസ്ക്കറ്റ് പോരാ, ഇച്ചിരി ബിസ്ക്കറ്റ്, ഒരു ലെയർ ബിസ്ക്കറ്റും കൂടെ നമുക്ക് ലെയർ ചെയ്യാനുണ്ട്. സാധാരണഗതിയിൽ ബിസ്ക്കറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടായിരിക്കും, എല്ലാവരും ആദ്യമായിട്ടായിരിക്കും അല്ലേ? പക്ഷെ ഞാൻ ആദ്യമായിട്ടല്ല, സ്ഥിരമാണ്. ബിസ്ക്കറ്റ്, പപ്പടം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോത്തില്ല. ഇനി ഇതിൻ്റെ മേലിലോട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് അങ്ങ് ഒഴിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോക്ലേറ്റ് എക്ലെയർ പുഡിംഗ് എന്ന് പറയുന്നത്. എക്ലെയർ കേക്ക് ആയാലും എക്ലെയർ പുഡിംഗ് ആയാലും ഇത്രയേ ഉള്ളൂ. ഇത് നല്ലോണം എന്താ പറയുക, അറ്റ്ലീസ്റ്റ് 24 hours to 12 hours അത്രയെങ്കിലും നമ്മളിത് ഫ്രീസ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഒക്കത്തില്ല. പക്ഷെ രായ്ചേട്ടന് കൊടുക്കാനായിട്ട് ഞാനൊരു 2 ഗ്ലാസ്സിൽ എന്നുവെച്ചാൽ ഇപ്പം തന്നെ ഉണ്ടാക്കി ഇപ്പം തന്നെ നമുക്കത് സെർവ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇതൊന്ന് സെറ്റ് ആവുണ്ടായോ, അതിന് വേണ്ടി എൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുഡിംഗ് രായ്ചേട്ടന് കൊടുക്കാൻ പോകുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെയും കൂടി ഈ റെസിപ്പി പഠിപ്പിച്ചത്. എന്നാന്ന് വെച്ചാൽ നല്ല പുഡിംഗ് ആട്ടോ, ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എൻ്റെ ഇളയ മോൻ എപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നാലും അന്നേരം പറയും നമ്മ എനിക്ക് ചോക്ലേറ്റ് എക്ലെയർ പുഡിംഗ് വേണം എന്ന് പറയും. അപ്പോൾ സ്ഥിരം ഇതുണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം. രായ്ചേട്ടൻ ഇന്നലെ ഞാനൊരു കപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രായ്ചേട്ടന് ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയല്ല ഏത് ഭക്ഷണം കൊടുത്താലും എനിക്കും എൻ്റെ ഏട്ടനും എൻ്റെ കുട്ടികൾക്കും രായ്ചേട്ടനോടുള്ള ഒരു ഇഷ്ടം, സ്നേഹം, ഒരു കടപ്പാട് എന്ന് പറയുന്നത് വലുതാ. അത് ഇതൊന്നിലും തീരാത്ത ഒരു വലിയൊരു എന്താ പറയുക, ഒരു ജ്യേഷ്ഠ സ്ഥാനമാണോ, എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടാണോ ഒന്നും അറിയില്ല. എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ടാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് എൻ്റെ അപ്പനോട് പോയി സംസാരിച്ചതും എല്ലാം. അതുകൊണ്ട് എത്ര കൊടുത്താലും മതിയാവില്ല. പക്ഷെ രായ്ചേട്ടൻ്റെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ ഡൈനിങ്ങിൽ രായ്ചേട്ടനും കൂടെ ഇരുന്ന് സംസാരിച്ചാലേ പറ്റുള്ളൂ. രായ്ചേട്ടാ നമസ്തേ. നമസ്തേ. സത്യം പറഞ്ഞ രായ്ചേട്ടാ, എന്റെ ഫസ്റ്റ് സീസണിൽ രായ്ചേട്ടൻ എന്റെ ഷോയിൽ വരണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇത് സെക്കൻഡ് ഞാൻ വിളിച്ചു, രായ്ചേട്ടൻ ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ ഇപ്പൊ സെക്കൻഡ് സീസണിലാണ് രായ്ചേട്ടന് വരാൻ പറ്റിയത്. അത് എന്റെ ഒരു വലിയൊരു ഭാഗ്യമാണ്. സത്യം പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള രായ്ചേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രായ്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഏട്ടന്റെയും ജീവിതത്തിൽ ഒരു വലിയൊരു ഭാഗമാണ്. ശരിക്കും ഞങ്ങളുടെ ഒരു ജീവിതം തുടങ്ങിയതേ രായ്ചേട്ടനും ജയതീഷേട്ടനും ഇവരെല്ലാരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബലമായിരുന്നു പുറകില്. അതൊക്കെ സത്യം ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. രായ്ചേട്ടൻ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ പ്രേക്ഷകരുടെ ഇടയിൽ ചിലപ്പോൾ ഒരു ചേട്ടനാവാം, അല്ലെങ്കിൽ ഒരു ഉറ്റ സുഹൃത്താവാം, എന്താ പറയാ, രായ്ചേട്ടൻ ഒരു ജ്യേഷ്ഠനാവാം, ഒരു അനിയനാവാം, നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് രായ്ചേട്ടൻ. ഒരിക്കലും മാറിയിട്ടില്ല. ഈ എല്ലാ പേരും ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും, ഒരു ജ്യേഷ്ഠനായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, കുടുംബത്തിലൊരു അംഗമായിക്കോട്ടെ, ഇതെല്ലാം ചിലപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ രായ്ചേട്ടന് എല്ലാം കൂടെ വൺ റോളായിരിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് പോലും രായ്ജു അങ്കിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തിയാൽ പോലും രായ്ചേട്ടന് ഇല്ലാത്തൊരു ഫംഗ്ഷൻ ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. സത്യം ആദ്യം ഞങ്ങളുടെ കോള് രായ്ചേട്ടനെ പോവുള്ളൂ. അത്ര ഒരു കടപ്പാട് ഞങ്ങൾക്ക് രായ്ചേട്ടനോട്. സത്യം രായ്ചേട്ട, ശരിക്കും രാജു അങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു റെസ്പെക്ട്. ടു ബി ഫ്രാങ്ക്, ഉള്ള സത്യം പറയാം, എന്റെ മോന് റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഫുഡിനകത്ത് പോലും ഒരു പ്രശ്നം വന്ന രായ്ചേട്ടൻ ആ ഒരു ഫ്രീഡം ഉണ്ട് അവനോട് വിളിച്ച് മോനെ നീ അത് ശരിയാക്കണം എന്ന് പറയാൻ
ആരെ ഇക്കാലത്ത് ചെയ്യുന്നത്, ആര് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ അവൻ എന്ന് ചിന്തിക്കാതെ അവനെ ഒന്ന് തെറ്റ് ശരിയെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഏറ്റവും സിൻസിയർ ആയിട്ട് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങള്. അതുകൊണ്ട് രായിച്ചേട്ടനോട് എന്താ പറയാ, കടപ്പാടുകൾ ഒരു പ്രാവശ്യം പോലും തീരൂല രായിച്ചേട്ടാ, ഞങ്ങൾ എപ്പോഴും. പിന്നെ വേറൊരു കാര്യം കൂടെ രായിച്ചേട്ടൻ പറയട്ടെ, എന്താ പറയാ രായിച്ചേട്ടാ, ഒരു കുട്ടി പരീക്ഷ എഴുതാൻ പോകുമ്പോ പരീക്ഷ മാറ്റി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമല്ലേ, ആ ഒരു സന്തോഷമാണ് എനിക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ രായിച്ചേട്ടന് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു ചമ്മന്തി ആണെങ്കിലും സ്വാദോടുകൂടി കഴിക്കുന്ന ഒരു വ്യക്തിയാണ് രായിച്ചേട്ടൻ. ആ ചെറിയൊരു സാധനം, ഒരു ഇഞ്ചിയുടെ ഒരു ശകലം കൂടിയാൽ പോലെ രായിച്ചേട്ടൻ പറയും അല്ലേ. അതുകൊണ്ട് ഇന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു പേടിച്ചാണ് രായിച്ചേട്ടാ ഞാൻ ഈ മുന്നിലിരിക്കുന്നത്. പക്ഷെ എന്നാലും രായിച്ചേട്ടാ എനിക്ക് കുറെ വിശേഷങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, രായിച്ചേട്ടൻ മണിയമ്പിള്ള രാജു അഥവാ മണിയമ്പിള്ള രാജു മണിയമ്പിള്ള ആ ഒരു ഫിലിമിൽ തുടങ്ങി ഇന്ന് ഒരു പ്രൊഡ്യൂസറാണ്. അതൊരു ജേർണി ഇൻ ദ ഫിലിം ഒന്നും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഈ നാടകം, സിനിമ എടുത്ത് വലിയ ഇഷ്ടമാണ്. നാടകം അഭിനയിക്കുമായിരുന്നു, ഓണായിട്ട് അത് ഇതെല്ലാം ചെയ്യായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ്ങിന് ചേർന്നു 73 to 75. അന്ന് കെ ബാലചന്ദ്രൻ, MN രാജുവാണ് ജഡ്ജസ്. അപ്പോൾ അവർ സ്ക്രിപ്റ്റൊക്കെ തന്നിരുന്നു ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ. പക്ഷെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കണ്ടിട്ട് 35ഓളം സർട്ടിഫിക്കറ്റ് അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അപ്പം പലതും ചെയ്തില്ല, ഈ സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യണ്ട, എവിടെയെങ്കിലും ചെയ്ത ഒരു മോണോ ആക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ ഒരു മോണോ ആക്ട് ചെയ്തു. അങ്ങനെയാണ് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സെലക്ട് ചെയ്തത്. ഇതേ 35 സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ഞാൻ SSLC കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ട്രിവാൻഡ്രത്ത് MG കോളേജിൽ പോയി. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ കണ്ടത്, അയ്യോ എന്താണിത്, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, കൊള്ളാമല്ലോ സംഭവം, എത്രയാണ് മാർക്ക്? സർട്ടിഫിക്കറ്റ് ബുക്ക് കാണിച്ച്, ഈ മാർക്ക് വെച്ചിട്ട് ഈ കോളേജ് കോമ്പൗണ്ടിലല്ല കേശവ ജംഗ്ഷനിൽ പോലും നിൽക്കാൻ അർഹതയില്ല, നോക്കിയോളൂ. അത്ര മോശം മാർക്കായിരുന്നു SSLCക്ക്. അപ്പോൾ ഞാൻ 35 സർട്ടിഫിക്കറ്റ് അവിടെ അങ്ങനെയും ഇവിടെ അത് ഗുണവും ചെയ്തു. പിന്നെ അതിനുശേഷം ചാൻസലറായിട്ട് ഇങ്ങനെ ഓരോ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മോഹിനിയാട്ടം എന്നുള്ള സിനിമയിൽ എനിക്കൊരു വേഷം കിട്ടി. അതാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ക്യാമറ ഫേസ് ചെയ്യുന്നത്. കനകദുർഗയുടെ ഞാൻ വന്ന് പറയുന്നുണ്ട്, ഞാൻ പീറ്റർ സാറിനെ പോയി കണ്ടു, ഇപ്പോൾ വേക്കൻസി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു, ഇനിയും എനിക്കൊരു ജോലി കിട്ടിയെങ്കിൽ ഞാൻ വല്ല റെയിൽ പാളത്തിലും തലവെച്ചും മരിക്കും, ഞാൻ റെയിൽവേ പാളത്തിലും തലവെച്ചും മരിക്കുന്നതാണ് റിഹേഴ്സലിൽ. അപ്പം ഡോർബാസി സാർ പറഞ്ഞു, അത് ട്രിവാൻഡ്രംകാരനാണെന്ന് തോന്നുന്നല്ലോ അദ്ദേഹം, റെയിൽവേ പാളം റെയിൽ പാളം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ശ്രീമാനൻ തമ്പി സാർ പറഞ്ഞു ടേക്ക് എടുക്കാമെന്നാണ്. ഞാൻ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. പറഞ്ഞാൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ കനകദുർഗ അകത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട്, ഇയാൾ റെയിൽ പാളത്തിലും ചാടണം കേട്ടോ, ഇയാളുടെ ജോലി ശരിയാക്കിയിട്ടുണ്ട്, ഓക്കെ. അതാണ് എൻ്റെ ഫസ്റ്റ്. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. അങ്ങനെ 10-30 പടങ്ങൾ നസീർ സാറുമായിട്ട് ഞാൻ ഈ മരിച്ചോ എല്ലാവരുമായിട്ട് അഭിനയിച്ചാണ്. നസീർ സാറ്, ജയൻ, സോമേട്ടൻ, എല്ലാവരുമായിട്ട് ഇങ്ങനെ അഭിനയിച്ചാണ് സംഭവം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല മദ്രാസിൽ. കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോഴും പൈസ വീട്ടിൽ നിന്ന് വരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ചാൻസ് അന്വേഷണം നടക്കുമ്പോഴും പൈസ വരുമ്പോൾ എൻ്റെ റേഷൻ കട്ടായി. അപ്പോഴാണ് ഞാൻ വേറെ വഴിയില്ല, രാവിലെ ഇഡലി, ഉച്ചയ്ക്ക് ഇഡലി, രാത്രി ഇഡലി എന്നുള്ള സെറ്റപ്പിലേക്ക് നീങ്ങിയത്. ഇതിനകത്ത് എങ്ങനെയെങ്കിലും കയറണം, ഞാൻ എൻ്റെ പോസ്റ്റ് ഒട്ടിച്ചേ പറ്റുള്ളൂ ഇവരിലൊക്കെ. എനിക്ക് ആളാണ്, ഒരു വാശി, ഒരു ഫൈറ്റ് ചെയ്താണ് ഞാൻ. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവിടെ നിന്ന്. അപ്പോഴത്തേക്ക് ഞാൻ ആ സമയത്ത് അവിടെ കോടമ്പകത്ത് ഒരു അയ്യപ്പൻ കോലുണ്ട്, അവിടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ ഒരിടത്ത് ബാലേന്ദ്രനാണ് താമസിക്കും. അന്നൊരു നാനയുടെ മദ്രാസ് കറസ്പോണ്ടൻ്റാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് മത്സരത്തിൽ അവളിൻ്റെ എക്സിബിഷൻ പോകുമ്പോൾ പുള്ളിക്ക് ഫസ്റ്റ് പ്രൈസ്, എനിക്ക് സെക്കൻഡ് പ്രൈസ്, അല്ലെങ്കിൽ പുള്ളിക്ക് ഫസ്റ്റ് പ്രൈസ്, എനിക്ക് തേർഡ് പ്രൈസ്. അന്നേ കണ്ട് പരിചയമുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പരിചയപ്പെട്ടു, ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച ആളാണെന്ന് പറഞ്ഞപ്പോൾ അറിയാമല്ലോ നമുക്ക്, സുധീർ കുമാർ, അതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് നെയിം. വീട്ടിൽ വിളിക്കുന്ന പേരാണ് രാജു. അപ്പം പറഞ്ഞു, ഞാൻ ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, 200 പേജ് ബുക്കിൽ എന്നെ കാണിച്ചു, എൻ്റെ പേര് പരമു. ഇതെന്നെങ്കിലും സിനിമ എടുക്കുമ്പോൾ നീ ആയിരിക്കും അതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആര് ഡയറക്റ്റ് ചെയ്യും? ഞാൻ ഡയറക്റ്റ് ചെയ്യും, എല്ലാ പിന്നെ ആര്, അങ്ങനെയല്ലേ നിനക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉത്രാടത്തിൽ ചെറിയ വേഷം ചെയ്തെങ്കിൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള, ആ പേര് സജസ്റ്റ് ചെയ്തത് വേണു നാഗവള്ളിയാണ് മരിച്ചത്. അങ്ങനെയാണ് മണിയമ്പിള്ളയിലൂടെയാണ് പിന്നെ എനിക്കൊരു എന്താ പറയുക, ഒരു കംബാക്ക് എന്നല്ല, ഒരു കമ്മിൻ തന്നെ പറയാം. അങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയിൽ ശ്രദ്ധിക്കപ്പെട്ട് കയറി തുടങ്ങിയ സംഭവം. ഓക്കെ. അപ്പൊ അന്നുണ്ടായ സുഹൃത്ത് ബന്ധങ്ങളും ഇന്നും രായിച്ചയുടെ സുഹൃത്ത് ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന വളരെ, അതിന് ഒരു കോംപ്രമൈസും സായിച്ചേട്ടന് ഇല്ല. ഇപ്പോഴും ഒരു നെടും തൂണാണ് ശരിക്കും. എല്ലാവരുമായിട്ടും ഞാൻ പറഞ്ഞില്ലേ സാർ, രായിച്ചേട്ടന്റെ ക്യാരക്ടർ കൊണ്ടാണ് അത് അങ്ങനെ ഒരു നിലനിർത്താൻ പറ്റുന്നത്. സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെയാ രായിച്ചേട്ടാ?
ഞാൻ എല്ലാവരുമായിട്ടും വലിയ കമ്പനിയാണെങ്കിലും ഈ അന്നുള്ള ഒരു സിംഗിൾ ചായയെങ്കിലും വാങ്ങിച്ചു തന്ന ആളെ ഞാൻ ജീവിതത്തിൽ മറക്കത്തില്ല. അങ്ങനെ ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് സംഭവം. അന്ന് തൊട്ടേ എൻ്റെ ഏറ്റവും സിനിമയിലെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് കുഞ്ചനാണ്. കുഞ്ചൻ കാര്യം ഞാൻ അന്ന് അവിടെ മദ്രാസിലെ ഉമ്മാരാജിയിലൊക്കെ താമസിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു ഇങ്ങനെ RS പ്രഭുവിൻ്റെ ഒരു പടമുണ്ട്, കുഞ്ചനെ വിളിച്ചാണ്. കുഞ്ചൻ മൈസൂരിൽ ഏതോ പടത്തിനുണ്ട്, അവിടെ പോയി അഭിനയിച്ച തിരക്കില്ലാത്ത വേഷം 100 രൂപ കിട്ടും എന്ന് കുഞ്ചൻ പറയും. പിന്നെ കുഞ്ചൻ ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇയാൾക്ക് ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീഷർട്ട് ഒക്കെ വാങ്ങിച്ചിട്ടും അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഇപ്പോഴും. എങ്ങനെ പരിചയപ്പെടുന്നത്? കുഞ്ചനെ കൊച്ചിൻ എനീഫയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ആ ലോഡ്ജിൽ നിന്നപ്പോൾ അവിടെ കൊച്ചിൻ എനീഫയും ഡയറക്ടർ കമ്മൽ ഇവരെല്ലാം താമസമുണ്ട്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടാണ്. അനീഫന്റെ വളരെ ഫ്രണ്ടാണ്. അങ്ങനെ കുഞ്ചേട്ടനുമായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് സ്റ്റിൽ രായച്ചേട്ടനും കുഞ്ചേട്ടനും കൂടെ ശരിക്കും സ്കൂൾ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ നമ്മുടെ ഒരു നല്ലൊരു ഡീപ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും ഇവര് തമ്മിലുള്ള വർത്താനവും. പിന്നെ ഈ പറയുന്ന ഒരു ഞാൻ സ്കൂളിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അടുപ്പിച്ച് 3 വർഷം ബെസ്റ്റ് ആക്ടർ ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പാസ്സായി പുറത്തിറങ്ങിയപ്പോഴാണ് 5-6 പിള്ളേർ വരുന്നുണ്ട്, എന്നിട്ട് ഒരു നാടകം അഭിനയിക്കണം, അത് ചേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്യണം, സബ്ജക്റ്റ് വേണമെന്നാണ്. അത് ഞാൻ അങ്ങനെ മാഗസീൻസൊക്കെ നോക്കിയിട്ട് അന്ന് നവയുഗം ഏതോ മാഗസീനിൽ വന്നാണ് കമ്പ്യൂട്ടർ പോയെന്നുള്ളൊരു നാടകം, വേളു കൃഷ്ണൻകുട്ടി സാറ് എഴുതി. അങ്ങനെ അത് മോഹൻലാലും 6-7 പിള്ളേരായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ നാടകം ഡയറക്റ്റ് ചെയ്ത് മോഹൻലാലിന് മേക്കപ്പ് ചെയ്തത് ഞാനാണ്. ഞാൻ ഡയറക്റ്റ് അത് യൂത്ത് ഹോസ്റ്റലിന് നാടകത്തിന് സാധാരണ ഈ ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിന് 10th പ്രൈസ് കൊടുക്കുന്നത്. ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോഹൻലാലിന്റെ ബെസ്റ്റ് ആക്ടർ ആ നാടകത്തിന് പ്രൈസ് കിട്ടി. ഞാൻ ആ സ്കൂളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു, സീനിയേഴ്സിന്റെ അടിയുള്ളായിരിക്കും. പക്ഷെ ആ അന്നോട്ടുള്ള സ്നേഹബന്ധം ഇപ്പോഴും ഉണ്ട്. ഇന്നും ഞാൻ മോഹൻലാലിനെ വെച്ച് 4 സിനിമ എടുത്തിട്ടുണ്ട്. അപ്പൊ രായച്ചേട്ടാ ശരിക്കും ലാൽ സാറിന് മാത്രമേ മേക്കപ്പ് ഇട്ടിട്ടുള്ളൂ, അല്ല വേറെ ആർക്കെങ്കിലും ചെയ്താൽ? അതാ ഞാൻ ചോദിക്കാൻ വന്നേ. ശരിക്കും രായച്ചേട്ടന്റെ കൈ അത്ര ഐശ്വര്യമുണ്ട് രായച്ചേട്ടാ? പറയും ഒരു അങ്ങനെ രാജുവിന്റെ അല്ലെങ്കിൽ രാജചേട്ടന്റെ കൈ കൊണ്ട് ഐശ്വര്യമാണ് ഇങ്ങനെ മോഹൻലാലും പറയും. ഞാൻ പറഞ്ഞത് തെറ്റാണ്. അതിനകത്ത് 8 പേര് അഭിനയിച്ചില്ല, ബാക്കി 7 പേര് ഒരു റേഡിയോ നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ലല്ലോ. മോഹൻലാൽ അങ്ങനെ വന്നതെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ഒരു എന്താ പറയുക ഒരു അവതാരം പോലെയാണ് പുള്ളിയുടെ അതൊരു ഭാഗ്യമാണ്, പുള്ളിയുടെ ഒരു കഠിന അധ്വാനമാണ്. ബാക്കി 7 പേരും സിനിമ വന്നിട്ടില്ല, ഒരു റേഡിയോ നാടകത്തിൽ പോലും ഒരു മോഹൻലാൽ മാത്രം ഇന്ന് ഈ സ്ഥിതിയിലെത്തില്ലേ. അത് മോഹൻലാലിനെ ദൈവം കൽപ്പിച്ചു കൊടുത്ത സംഭവം, അല്ലാതെ മണിയമ്പിള്ള തേച്ചുകൊണ്ടോ ഡയറക്ടർ. പക്ഷെ എന്നാലും ആ കൈക്കൊരു ഐശ്വര്യം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. സത്യം നിങ്ങൾ വിശ്വസിക്കാം. പക്ഷെ അപ്പൊ ഞാൻ പറയായിരുന്നു ഇങ്ങനെ ഈ നല്ല ഫുഡ് ഉണ്ടാക്കും. എൻ്റെ ഇപ്പോഴും അഭിമാനപൂർവ്വം പറയും, ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനി എൻ്റെ സിനിമയാണ്. 13 സിനിമ എടുത്തിട്ടുണ്ട്, അതെല്ലാത്തിലും ഉഗ്ര ഫുഡായിരിക്കും. അതായത് 11 മണിക്ക് ഞാൻ പറയാറുണ്ടല്ലേ, ഒരു ഹീറോ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചെങ്കിൽ എൻ്റെ സെറ്റിൽ എല്ലാവരും കുടിച്ചിരിക്കും. അല്ലാതെ എല്ലാവരും കൊഞ്ഞ വഴിയുടെ ഹീറോ സാർക്ക് അങ്ങനെ പരിപാടിയില്ല. ഉണ്ടെങ്കിൽ എല്ലാവരും കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ല. രായച്ചേട്ടാ പ്രൊഡ്യൂസറിലേക്ക് എത്തിയത് എങ്ങനെയാണ് രായച്ചേട്ടാ? പ്രൊഡ്യൂസറിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രിയദർശൻ ഞാനും നമുക്ക് ഒരു പടം എടുത്താൽ എൻ്റെ അടുത്ത് ഹാങ്കി മാങ്കി എന്നുള്ളൊരു ഇംഗ്ലീഷ് പടം അടിച്ചു മാറ്റി എൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് ആൾക്ക് 25,000 രൂപ വെച്ചിടാമെന്നാണ്. നമ്മളെല്ലാവരും ഇടുന്നു, ആരും പൈസ ഒന്നും വാങ്ങുന്നില്ല. അങ്ങനെ നമ്മൾ 2.25 ലക്ഷം രൂപയ്ക്ക് തീർത്ത പടമാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. 2.25 ലക്ഷം രൂപയ്ക്ക് അന്ന് തീർന്നു. എന്നിട്ട് ആ പടം ഗാന്ധി ബാലനാണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് അദ്ദേഹം ജീവിച്ചിട്ടില്ല. ആ പടം എടുത്തു കഴിഞ്ഞിട്ട് ആ തിയേറ്ററിൽ നമുക്കത് ഒന്നും പൈസ കിട്ടിയില്ല. പക്ഷെ 3-4 കൊല്ലം കഴിഞ്ഞ് ഈ ചാനലുകാരൊക്കെ എടുത്തപ്പോഴത്തേക്കും നമുക്ക് ആൾക്കാർക്കെല്ലാം ഒരു 10,000-15,000 രൂപ വെച്ച് കിട്ടി. അങ്ങനെ 50,000 രൂപ എല്ലാവർക്കും കിട്ടി. ലാഭമാണ് അങ്ങനെ. ശരിക്കും ഹലോ മൈ ഡിയർ റോങ് നമ്പർ ഹിറ്റ് അല്ലായിരുന്നോ? കമേഴ്സ്യലി ഒന്നുമില്ല അന്ന്. അങ്ങനെ ഇത്രയും തിയേറ്റർ ഇല്ല അന്നത്തെ. തിയേറ്ററിലെ എന്താ പറയുക ബാൽക്കണിയിൽ ചാർജ് തന്നെ 2 രൂപയാണ്, 1.5 രൂപ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ വെള്ളാനങ്ങളുടെ നാടെടുക്കുമ്പം 20 ദിവസമായുള്ള സംഭവം. ആ പടത്തിന് അന്നായത് 18 ലക്ഷം രൂപ എന്താണ് ഫസ്റ്റ് ആയത്, 18 ലക്ഷം. അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോ എടുത്തപ്പോൾ 24 ലക്ഷമായി. അങ്ങനെ ഇപ്പൊ ഒരു പടം എടുക്കണമെങ്കിൽ ഒരു ചെറിയ ആർട്ടിസ്റ്റിന് വെച്ചൊരു പടം എടുക്കണമെങ്കിൽ ഒരു എന്താ പറയാ ഒരു 7 കോടി രൂപ, 6 കോടി 7 കോടി രൂപ ഒരു ദിവസം ഷൂട്ടിംഗ് എക്സ്പെൻസിന്റെ മിനിമം ക്യാമറ അത് ഇത് ബാറ്റെല്ലാം 6 രൂപ വരും, 6 lakhs വരും. ഞാൻ പറയാം നമ്മൾ ഇതിനകത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ. ഇപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും അവരവർ തന്നെയൊക്കെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ സംഭവം. പിന്നെ ഒരു പടത്തിൽ ഒന്ന് ആ പടം എങ്ങാനും ഓടിയാൽ പിന്നെ ചോദിക്കുന്ന കാശുകളൊക്കെ കോടികളായിരിക്കും എല്ലാവരും. കോടി വെച്ചാൽ 1, 2, 3, 4, 5 ഒന്നുമല്ല, കണക്ക് ഞാൻ പറയുന്നില്ല.
നമുക്ക് താങ്ങാൻ മേലാത്തതിനപ്പുറവാ. പറ്റത്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്ക് അത് പ്രയാസമല്ലേ ചേട്ടാ? ഒരു പടം ഇനി ഒരു അന്ന് ഈ 13 തിയേറ്ററുകൾ പ്രമുഖ തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് ഇന്നിപ്പോ 160 തിയേറ്റർ 120 തിയേറ്ററുണ്ട്. BC എന്നുള്ള പരിപാടിയില്ല. അത് കഴിഞ്ഞൊരു സെക്ഷൻ തിയേറ്ററുള്ളൂ. പിന്നെ മാളിൽ നിന്ന് കളക്ഷൻ വരും. പിന്നെ ഇവരെല്ലാം പൈസ കൂട്ടാൻ കഴിയും. OTT എന്നുള്ള സംഭവം, അതിന്റെ പൈസ കിട്ടുമ്പോൾ ചാനലുകൾ എടുക്കാൻ തുടങ്ങി. ഇപ്പൊ OTTയും പടം എടുക്കുന്നില്ല, ചാനലും പടം എടുക്കുന്നില്ല. അപ്പൊ ഇപ്പോൾ സിനിമ ഒരു ഇല്ലാത്ത ക്രൈസിസിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. ഓ ശരി. അപ്പൊ പിന്നെ ഇതിനെല്ലാം ഒരു കോംപ്രമൈസ് വേണം അല്ലേ ചേട്ടാ? അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ സിനിമ ബുദ്ധിമുട്ടായി വരും. ഇപ്പൊ OTT ഒക്കെ ആരും ഒരു പടം എടുക്കുന്നില്ല ചേട്ടാ. അപ്പൊ ഇതേപോലെ അന്ന് ആ കൂട്ടുകെട്ടിലാണ് ചേട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അപ്പൊ ഇപ്പോ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു ന്യൂ കമർ ആണെന്ന് വിചാരിച്ചോളൂ, ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലോ ആദ്യമായിട്ട് രാജുവേട്ടനെ സമീപിക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ എന്തായിരിക്കും എന്താണ് അവർ ചെയ്യേണ്ടത്? രാജുവേട്ടൻ്റെ അടുത്ത് വന്നാലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ? ഞാൻ ആദ്യം പറയുന്നത് 100% റിസ്ക് ആണ്. 100% റിസ്ക് ആണ് സിനിമ എടുക്കാമെങ്കിൽ മാത്രം. അത് ചിലപ്പോൾ നിങ്ങൾ മുടക്കുന്നത് 2 കോടി രൂപയായിരിക്കും, അല്ലെങ്കിൽ 5 കോടി രൂപ. 5 കോടി രൂപ പോയാൽ കെട്ടിത്തൂങ്ങി ചായ വേണ്ടി വരില്ല, പിടിച്ച് നിൽക്കാൻ പറ്റുന്നുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം എടുക്കും. അല്ല ചുമ്മാ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രേസിന്റെ പുറത്ത് എടുക്കാൻ പാടില്ല. ക്രേസിന്റെ പുറത്ത് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് സിനിമ ഒരു പാഷനാണ്, വേറെ ഒന്നുമല്ല. ഈ അമേരിക്കയിൽ നിന്നൊക്കെ ഇരുന്ന ആൾക്കാർ പൈസ അയച്ചു കൊടുക്കും, ഇവിടെ ഒരു പ്രൊഡക്ഷൻ മാനേജർക്ക് അയച്ചു കൊടുക്കും, അയാൾ കണ്ടപടി പടം എടുക്കും. ഞാൻ അങ്ങനെയല്ല. ഷൂട്ടിംഗ് ലൊക്കേഷൻ കഥ എല്ലാം തിരഞ്ഞെടുത്ത് എല്ലാം കഴിഞ്ഞാൽ ലൊക്കേഷൻ നോക്കാൻ പോകുന്നതുകൊണ്ട് ഫുൾ ഷൂട്ടിങ്ങിന്റെ നേരം വിളിക്കുന്നവരായിരിക്കും. പാക്കപ്പ് വരെ അവിടെ ലൊക്കേഷൻ കാണും, ഡബിങ് മുഴുവൻ അറ്റൻഡ് ചെയ്യും, റീ റെക്കോർഡിങ് അറ്റൻഡ് ചെയ്യും. ഇതിന്റെ അത് മീൻസ് പൈസ ലാഭിക്കാനല്ല, എനിക്ക് ഇതിൻ്റെ അടുത്തുള്ള ഒരു ഭ്രാന്താണ്, പാഷനാണ് എനിക്ക് ചെയ്യുന്നത്. ഒരു പ്രൊഡ്യൂസറായിട്ടൊന്നും എല്ലാം ചെയ്യുക, എൻ്റെ ഒരു കൺട്രോളിൽ കാര്യങ്ങൾ പോവുക, എല്ലാം ഭംഗിയായിട്ട് നീറ്റായിട്ട് ഡിസിപ്ലിനായിട്ട് ചെയ്യുക, അങ്ങനെയുള്ള സംഭവം. ഓക്കെ, ഈ ഡിസിപ്ലിൻ ആ കാര്യങ്ങളെല്ലാം രാജുവേട്ടൻ ത്രൂ എക്സ്പീരിയൻസ് ആണോ ചെയ്ത്? അതായത് രാജുവേട്ടൻ സ്വന്തമായിട്ടൊരു പടം ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഇല്ലാത്തത് എന്റെ പടത്തിൽ. അത് ഞാൻ 400ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാനൊക്കെ അഭിനയിക്കാൻ തുടങ്ങാൻ വരുമ്പോഴത്തേക്കും ഹീറോസിന് ഒരു ഫുഡാണ്. നസീർ സാർ അങ്ങനെയുള്ളവർക്കൊക്കെ ചിക്കൻ അത് ഇത് മറ്റേ ഇതൊക്കെ, എന്നെ പോലെ ഉള്ളതിന് സാമ്പാർ, ചോറ്, തപ്പിയൊക്കെ ഒരു കോംപ്ലീറ്റ് ആക്കി ചിലപ്പോൾ കിട്ടിയല്ലേ. ഏറ്റവും സങ്കടം വരുന്നത് യൂണിറ്റുകാരുടെയും ബാക്കിയുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഓരോ പൊതി കൊണ്ടിരിക്കാൻ അറിഞ്ഞു കൊടുക്കും. ഒന്നിൽ തൈര് സാധം, ഒന്നിൽ സാമ്പാർ സാധം, അല്ലെങ്കിൽ ഒന്നിൽ പുളിയോദര, അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്. അവർ ഇല തുറഞ്ഞിരിക്കുന്ന പിച്ചക്കാർ കഴിക്കുന്നവർ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചത് എന്തെങ്കിലും എന്റെ മനസ്സിൽ പഴയെടുക്കണമെങ്കിൽ ഈ ആനപ്പിണ്ടന്മാരെന്നും തൊട്ട് ഹീറോ വരെ ഒരു ഫുഡായിരിക്കും എന്നുള്ളതാണ്. അതിനൊരു 10 ലക്ഷം രൂപ എക്സ്ട്രാ ആവുമായിരിക്കും. അതൊരു പുണ്യമാണ്. പൈസ കൊടുക്കുമ്പോ ഞാൻ വിളിച്ച് അഭിനയിപ്പിച്ചിട്ട് പൈസ തന്നില്ലെങ്കിൽ നമ്മൾ തമ്മിലേ അറിയത്തുള്ളൂ. ഇത് ഒരാള് മോശം ഫുഡ് വെച്ചാൽ എവിടെയൊക്കെ നടന്ന് പറയാം, കുടുംബത്തിൽ പറയും, വെളിയിൽ പറയും, എല്ലാരും കാണൂലേ. ആദ്യമായിട്ട് ഫുഡ് നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് സത്യം. നിങ്ങൾ നല്ല ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് മോശം കിട്ടും. അതുകൊണ്ട് ഒക്കെ ദൈവം തമ്പുരാന്റെ അനുഗ്രഹമായി ചേട്ടാ, അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു കഴിവുമില്ല. അദ്ദേഹം തരുന്നു നമ്മൾ ആ ഒരു ഇഷ്ടത്തോടെ. രാജേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പാഷൻ, അതിനോടൊരു കിർക്ക് പോലത്തെയാണ്. ഭക്ഷണം ഉണ്ടാക്കണം, ചെയ്യണം എന്നുള്ള ഒരു ഇഷ്ടം, അതേകൊണ്ട് ചെയ്യുന്നു. ഇനി ചേട്ടന്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിന് ശേഷം ഫിലിമിലേക്ക് കയറി, അപ്പം അഭിനയിച്ചു. പിന്നെ അതേപോലെ ഒരു ആഗ്രഹമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യണം. അത് ആക്സിഡന്റലി വന്ന് വീണതാണ് പ്രൊഡ്യൂസറായിരുന്നു. രാജുവേട്ടൻ ഇത്രയും നല്ല വർക്ക് ചെയ്തല്ലേ? രാജുവേട്ടന്റെ ഇഷ്ടം കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര, രാജുവേട്ടന്റെ വേവ് ലെങ്ത്തിന് വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു കെമിസ്ട്രി ഉള്ള ഒരു ആക്ടർ ഏതാ? അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് മോഹൻലാലായിരിക്കും, ഒരു സംശയമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ കറക്റ്റ് റെസ്പോൺസ് അല്ല, പുള്ളി പറയുകയും ചെയ്യും. മുമ്പ് നമ്മൾ അവിടെ നിന്നപ്പം അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് പറഞ്ഞു നന്നായിരിക്കും. സെറ്റിൽ വെച്ച് ഇംപ്രവൈസ് ചെയ്ത് ഉദാഹരണം പറഞ്ഞത്, നിങ്ങള് ഇവിടെ സ്വർഗമാണെന്ന് സിനിമ കണ്ടിട്ടുണ്ടോന്നറിയില്ല. ഞാൻ അതിനകത്ത് വെള്ളം അടിച്ചിട്ട് അമിക്കസ് ക്യൂറി എന്ന് പറയുന്ന സംഭവം, അമിക്കസ് ക്യൂറി എന്ന് പറയും, അറിയാം, നല്ല രസമുള്ള വേഷമാണ് സംഭവം. അപ്പൊ ഞാൻ അയാൾ അടിച്ച് ഫിറ്റ് ആവുന്നതാണ് ആ സീനില്. അപ്പൊ ഞാൻ ഡയറക്ടർക്ക് ചോദിക്കും, ഇതിപ്പോ എത്ര പെഗ്ഗാണ്? ഇത് ഈ ഇവിടുന്ന് ട്രോളി എടുക്കണം ചേട്ടാ, 3ാമത്തെ പെഗ്ഗാണ്. അപ്പൊ ആ 3ാമത്തെ പെഗ്ഗിന്റെ സാധനം കൊടുക്കും. അതിന്റെ കൗണ്ടർ എടുക്കുമ്പോൾ ഞാൻ ഇത് എത്രാമത്തെ പെഗ്? ഇത് ഫസ്റ്റ് പെഗ്. അപ്പൊ നമ്മൾ അതിന്റെ ആ ലെവലിൽ അങ്ങനെ എത്ര പെഗ് എന്നുള്ള പുള്ളി ഓരോ ഷോട്ടുകളും പറയും, ഓർഡറിലെല്ലാം എടുക്കുന്നത് അങ്ങനെ പറയാം. അങ്ങനെ അമയ്ക്ക സ്കൂല് ഇപ്പോൾ വിളിച്ചോണ്ട് അങ്ങനെ പറയുമ്പോൾ മോഹൻലാൽ പറയും, എന്റെ ചിക്കൻ ഫ്രൈ വന്നില്ല എന്നുള്ള ചോദിക്കാൻ പറയും. നേരത്തെ ഒരു ചിക്കൻ പറഞ്ഞത് വന്നില്ല. പിന്നെ ഇത്രയും ടെൻഷൻ ലാലു അല്ല സഹത്താവുന്ന സംഭവം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ ചിക്കൻ ഫ്രൈ വന്നില്ലേ മോഹൻലാൽ ഫസ്റ്റ്.
അങ്ങനെ സത്യങ്ങൾ. അപ്പൊ എല്ലാവർക്കും മിക്ക ആർട്ടിസ്റ്റിനും ഏറ്റവും കംഫർട്ട് ലാൽ ചേട്ടനായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓ അത് ശരി. ചേട്ടാ ഇതിന്റെ ഒരു ഇത്രയും ഒരു എന്താ പറയാ ലൈഫിൽ ട്രാവൽ ചെയ്ത ആ സ്ട്രഗിള്, നല്ല മെമ്മറീസ്, നല്ല കാര്യങ്ങൾ എല്ലാം അയച്ചുകൊണ്ട് ലൈഫിൽ വന്ന് പോയി ഒക്കെ ഉണ്ട്. ഏറ്റവും ഗുഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക അനുഭവം, അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ, അതൊക്കെ എന്തൊക്കെയായിരിക്കും? ചന്ദ്രഭവനിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എനിക്ക്. അപ്പൊ വീട്ടിൽ നിന്ന് മാസം 100 രൂപ വരുമ്പോഴാണ് ഇത് കൊണ്ട് സെറ്റിൽ ചെയ്യുന്നത്. വാടകയും കൊടുക്കണം 45 രൂപ. അങ്ങനെ ഉണ്ട്. അന്നത്തെ കാലമാണിത്. അന്ന് ഈ പറഞ്ഞ ഒരു ഊണിന് 80 പൈസയേ ഉള്ളൂ. ഇലയൊക്കെ ഉള്ള സ്പെഷ്യൽ ഊണുണ്ട്. അത് ഇലയിൽ ഒരുപാട് കറിയും കാര്യങ്ങളുണ്ട്. ഈ 80 പൈസ ഒരു ഊണ് മോരില്ല, രസമില്ല, ഇലയില്ല. മറ്റേ ജയിലിൽ കൊടുക്കണം ഒരു അലുമിനിയം പ്ലേറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഇതിനകത്ത് നിൽക്കണം, പിടിച്ച് കയറി എങ്ങനെയെങ്കിലും വരണം എന്നൊക്കെ ഉള്ള വാശിയുള്ള സമയം. വിശപ്പ് കഴിക്കാൻ പറ്റില്ല എനിക്ക്. എന്നാൽ സമയത്ത് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം നോക്കുമ്പം ഈ ചന്ദ്രഭവൻ അടച്ചിരിക്കുന്നു. അയാളുടെ ആരോ മരിച്ചുകൊണ്ട് ആ ഹോട്ടൽ അടച്ചിരുന്നത്. എൻ്റെ 5 പൈസയില്ല. അങ്ങനെ ഞാൻ കൊച്ചിൻ്റെ എനീഫെടുത്ത് പോയി ചോദിച്ചു. കൊച്ചിൻ്റെ എനീഫെടുത്ത് പോയി ചോദിച്ചപ്പോൾ പുള്ളി ആ ഖുറാനിനകത്തുനിന്ന് ഒരു 10 രൂപ എടുത്തു. കൊച്ചിൻ്റെ എനീഫ് രാവിലെ ഭക്ഷണം കഴിക്കില്ല. ഉച്ചയ്ക്ക് പോയിട്ട് ഒരു 5 പൊറോട്ട, ഒരു ഡബിൾ ബിൾസ എല്ലാം വെച്ച് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പോയി കഴിച്ച് എന്താ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. വാങ്ങിച്ച് 10 രൂപ റെഡിയാക്കി. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഇങ്ങനെ പോയില്ല ഉച്ചയ്ക്ക് കൊണ്ട് കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ പോയില്ല. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ അനീഫയോട് ചോദിച്ചു, അനീഫ എന്ത് കഴിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അനീഫ പറഞ്ഞ് ഞാൻ കഴിക്കാൻ പറ്റുന്ന 10 രൂപ തനിക്ക് എടുത്തു തന്നു. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റും, പക്ഷെ തനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അയാൾ നമ്മൾ ജീവിതം മറക്കുമോ? ഒരിക്കലും. അങ്ങനെ എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അയ്യോ സത്യം. അതാണ് അനീഫ മരിച്ചപ്പോ പോകുമ്പോ ഒരു സ്റ്റില്ലുണ്ട്, മമ്മൂട്ടി നെഞ്ചി കിടന്ന് ഞാനും മമ്മൂട്ടി പൊട്ടിക്കരയുന്നു. അനീഫ് അത്ര നല്ല ഒരു സുഹൃത്ത്, നല്ല മനുഷ്യനാണ്, നല്ല സുഹൃത്തുമാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ ഒരു അസുഖം വന്നിട്ട് അയാൾ വെളിയിൽ പറഞ്ഞില്ല. എനിക്കൊന്നുമില്ല ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ഒളിച്ചു വെച്ചു. അല്ലെങ്കിൽ അന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും എല്ലാം ഉണ്ട്. അനീഫ് ഇഷ്ടമുണ്ട് എല്ലാവരും, വെളിയിൽ പറഞ്ഞില്ലായിരുന്നു. ഗുഡ് ഹാർട്ട് അല്ലേ ചേട്ടാ? രാജേട്ടൻ ഇന്ന് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സ്വീറ്റ് എന്നതേലും മതി എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് സ്വീറ്റ് ഉണ്ടാക്കിയത്. പക്ഷെ രാജേട്ടന് ഒരു സ്വീറ്റിൽ കൊടുക്കാൻ എനിക്ക് മനസ്സ് കേൾക്കുന്നില്ല. നിറവോടെ കൊടുക്കണം എന്നാണ് എനിക്ക് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഒരു 2-3 സെറ്റ് ഓഫ് സ്വീറ്റ്സ് ആണ് ഞാൻ ഉണ്ടാക്കിയത്. രാജേട്ടാ ഞാനൊന്ന് തരട്ടെ രാജേട്ടന്. ഇത് ഇന്ന് നമ്മള് ഷോയിൽ ചെയ്ത സ്വീറ്റ് ആണ്. ഇത് രാജേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ചേട്ടാ ഇത് ചോക്ലേറ്റ് എക്ലെയർ പുഡിങ്ങാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ഇത് പൈനാപ്പിൾ പുഡിങ്ങാ. പല ഫ്ലേവേഴ്സാ ചെയ്തത്. ഇത് ബിസ്ക്കറ്റ് കേക്ക് ആണ്. പിന്നെ അത് ചോക്ലേറ്റ്, ഒരു ഹോട്ട് ചോക്ലേറ്റ് പോലെ ചെയ്ത ഒരു ഡിഷാണ്. ഇനി രാജേട്ടൻ ആദ്യം ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ സ്വീറ്റ് കഴിച്ചു നോക്കൂ. ഡോമിനേറ്റ് ചെയ്യുന്ന കോഫി അല്ല, ചോക്ലേറ്റ് ആണ്. അതെ, ബിസ്ക്കറ്റ് ഉണ്ട് അതിനകത്ത്, അത് ഇട്ടിട്ടുണ്ട് മേളില്. മേളിൽ അതിന്റെ ലെയർ കൊടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. ആ ലെയർ അല്ല, ബിസ്ക്കറ്റ് ഇട്ട് അതും ഉണ്ട്. ചോക്ലേറ്റ് കനാഷ് പോലെ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഉരുക്കി ഒഴിച്ചത് അതിനകത്തോട്ട്. ഇനി രാജേട്ടാ ഇത് കഴിച്ചു നോക്കിയേ. കോക്കനട്ട് ഉണ്ടോ? മറ്റേ ഇല്ല, പൈനാപ്പിൾ. അത് മുകളിലല്ലേ ഈ വെള്ളം? അത് കസ്റ്റർഡ് മാത്രമേ ഉള്ളൂ അതിന്റെ. നമ്മുടെ മുമ്പ് കഴിക്കാനായിരുന്നു. ഐസ്ക്രീമിനകത്ത് ചൂട് ഗുലാബ് ജാം പൊട്ടിച്ച് വെച്ചിട്ട് അടിച്ചിട്ട് അത് കഴിക്കും. നല്ല ടേസ്റ്റ്. ഐസ്ക്രീമിന്റെ തണുപ്പും അതിന്റെ ചൂടും എല്ലാം കൂടെ വേണ്ട. ഇതും കൊള്ളാം. എന്തൊക്കെയാണ് ഇതിന്റെ കോമ്പിനേഷൻ? അത് ബ്രെഡാണ് കഴിച്ചേട്ടാ. ബ്രെഡും ചോക്ലേറ്റും എല്ലാം കൂടി ഇട്ടിട്ട് മുട്ടയെല്ലാം ഉണ്ട്. ഇതിന്റെ പേരെന്താണെന്ന് പറയാ? ഒരു ഹോട്ട് ചോക്ലേറ്റ് പോലെ ചെയ്തേ ഉള്ളൂ. വൈകുന്നേര പലഹാരം അല്ലേ? വൈകുന്നേരം ചായയുടെ കൂടെ മധുരവും പറ്റിയല്ലോ. ഇത് കഴിച്ചിട്ട് കഴിച്ചു നോക്ക്. ഇതൊരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്, ബിസ്ക്കറ്റ് കേക്ക് ആണ്. നോ ബേക്ക് ബിസ്ക്കറ്റ് ആണ്, ബേക്ക് ചെയ്യണ്ട.
ബേക്ക് ചെയ്തിട്ടില്ല ഇല്ല പിന്നെ എങ്ങനെ കട്ട് ചെയ്യായിരുന്നു? അത് ബിസ്ക്കറ്റ് ഉണ്ട് രാജേട്ടാ. ഈ കാണുന്ന ലെയർ എന്ന് പറയുന്ന ബിസ്ക്കറ്റാ. ഈ ഷേപ്പ് കാണുന്നില്ലേ, ഡിസൈൻ പോലെ, അത് ബിസ്ക്കറ്റ്. അതിനകത്ത് ചോക്ലേറ്റാ. അങ്ങനെ ചെയ്തതാ. അണ്ടിപ്പരിപ്പാണോ കപ്പലണ്ടിയാണോ? അണ്ടിപ്പരിപ്പ്. ഇത്രയും സമയം കിട്ടിയുള്ളൂ രാജേട്ടനെ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ രാജേട്ടന്റെ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം. അയ്യോ, രാജേട്ടന്റെ മസ്റ്റാണ് സർട്ടിഫിക്കറ്റ്. രാജേട്ടൻ വന്നപ്പം ഉണ്ടായിരുന്ന ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാ കാര്യം, ഡയറക്ഷൻ ആയാലും പ്രൊഡക്ഷൻ ആയാലും ഇപ്പൊ കൊമേഴ്ഷ്യൽ ഫിലിം ഇറങ്ങുന്നതിന്റെ ആയാലും എല്ലാം രാജേട്ടൻ അതിന്റെ ഒരു എല്ലാ A to Z അറിയാം. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും അതിന്റെ ഡിഫറൻസ് ഉണ്ട്. അതിനെപ്പറ്റി എന്താ രാജേട്ടാ പറയാനുള്ളത്? ഡിഫറൻസ് ആണോ, മോർ ഈസി ആണോ, അതോ പഴയ കാലമായിരുന്നു ബെറ്റർ, എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. പഴയ കാലത്തിലാണ് ഈ സ്നേഹബന്ധങ്ങളും അടുപ്പവും. അന്ന് ക്യാരവനൊന്നും ഇല്ലല്ലോ. നമ്മളൊരു ഷോട്ട് കഴിയുമ്പോൾ ബാക്കി ഇത്രയും പേര് ഫ്രീ ആയിരിക്കും. ഞങ്ങൾ എന്തെങ്കിലും തമാശ പറയും, കാര്യങ്ങൾ രസമായിരിക്കും. ഇപ്പോൾ ഓരോരുത്തർ അവരവരുടെ ഷോട്ട് കഴിഞ്ഞാൽ ക്യാരവനിലോട്ട് പോകും. ഇപ്പൊ തന്നെ നോക്കൂ, ഒരു 200 പടം എടുത്തിൽ 160 പടവും ചെയ്യുന്ന പുതിയ ഡയറക്ടേഴ്സാണ്, പുതിയ പയ്യന്മാരും. അപ്പൊ അവരുടെ ഒരു പുതിയ ജനറേഷന്റെ ഒരു മനസ്സുണ്ടല്ലോ, അവരുടെ ഒരു തോട്ട് പ്രോസസ് ലിവിങ്, അത് കറക്റ്റാണ്. അതുകൊണ്ടാണ് നല്ല നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. എല്ലാം പഴയ ആൾക്കാരെ തന്നെ ഏൽപ്പിച്ചോണ്ടിരുന്ന അങ്ങനെ പുതിയ പിള്ളേർ വന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിപ്പുണ്ട്. മനസ്സിലായി. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പുതിയ ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കും. പണ്ടാണെങ്കിൽ ഒരാൾ വന്ന് എത്ര കൊല്ലം അസിസ്റ്റന്റ് ഡയറക്ടറായി ക്ലാപ്പായിട്ടൊക്കെ നിന്ന് വേണം. ഇപ്പൊ ഒരു പടത്തിന് അസിസ്റ്റന്റ് ഡയറക്ടർ പോലും അതിനകത്തൊരാണ് പടം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? വെള്ളാനങ്ങളെന്നാണെന്നുള്ള പടം ഉണ്ടാകുന്നത് തന്നെ നമ്മളൊരു സബ്ജക്റ്റ് ഉണ്ടാക്കി 25-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങണം എന്ന് പറഞ്ഞു. എല്ലാവരും കോഴിക്കോടെത്തുന്നു. പിന്നെ ബാലൻ നായർ ഷൂട്ടിങ്ങിന്റെ തലേന്ന് വരുന്നു. ആ കോസ്റ്റ്യൂമൊക്കെ തച്ചപ്പം പ്രിയൻ എൻ്റെ മുറി കയറി എന്നിട്ട് ചെറിയ പ്രശ്നമുണ്ട്. എന്ത് ഈ കഥ ശരിയാവില്ല, കൊള്ളൂല്ല. ഞാൻ പറഞ്ഞു അയ്യോ എന്ത് ചെയ്യും, നീ പേടിക്കണ്ട, ഞാനും ശ്രീനിവാസും കൂടെ 2 ദിവസം കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ മാറിയത്. അങ്ങനെ ആദ്യത്തെ സ്ക്രിപ്റ്റ് അല്ല, അങ്ങനെ ഇവർ രണ്ടും എഴുതി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ യൂണിറ്റ് ആരും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ച യൂണിറ്റാണ് ജൂബിലിയുടെ. ഒരു പടത്തിന് വന്നിട്ട് നടക്കാതെ പോയാൽ ഞാൻ നിങ്ങൾ പൊക്കോണെങ്കിൽ പൊക്കോണം, പക്ഷേ ഞാൻ 1-ാം തീയതി തുടങ്ങും ഷൂട്ടിങ്. അവർ നിന്ന് ആ ദിവസങ്ങളിലെ ബാറ്റ് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടിയാൽ മതി അവിടെ നിന്ന്. അങ്ങനെ 1-ാം തീയതി തുടങ്ങുന്നു. 1-ാം തീയതി ഷൂട്ടിങ് തുടങ്ങി. 2-ാം തീയതി ആയപ്പോൾ ശ്രീനിവാസൻ എന്തോ വീട്ടിൽ പോകുന്ന വഴിക്ക് തലശ്ശേരിയിൽ പോകുന്ന വടകരയിൽ എവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു അംബാസഡറിൻ്റെ 2 ഫ്രണ്ടിലെയും ബാക്കിലെ സീറ്റ് ഓടെ കിടക്കുന്നു. അപ്പോൾ ശ്രീനിവാസൻ സ്ഥിതി എന്തായിരിക്കും? ഞാൻ പേടിച്ച് കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പുള്ളി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. മുറി ചെല്ലുമ്പോൾ ഇവിടെ 2 സ്റ്റിച്ചുണ്ട്, കയ്യിൽ ചെറിയൊരു പോറുള്ളൂ, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കത്ത് ശ്രീനിവാസൻ്റെ, രാജു എന്നോട് ക്ഷമിക്കണം, സത്യനന്ദിക്കാട്ടിൻ്റെ പൊന്മുട്ടയുടെ അന്ന് തട്ടാന്നാണ് പേര്, പൊന്മുട്ടയുടെ തട്ടാന്ന ചിത്രത്തെ അഭിനയിക്കാൻ ഞാൻ ഗുരുവായൂർ വന്നു. ഞാൻ സീൻസൊക്കെ അവിടെ എഴുതി എത്തിച്ചോളാം. ഞാൻ പ്രിയൻ്റെ അടുത്ത് പറഞ്ഞു, പ്രിയ എന്ത് ചെയ്യും, നീ ചുമ്മാ അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലമല്ലേ, രാത്രി ഫോൺ ചെയ്യാം അസിസ്റ്റന്റ്. അപ്പോൾ ഒരു സീൻ. പിന്നെ ചില ലോറികൾ മഹാറാണി ഹോട്ടലിൽ മുമ്പ് വാങ്ങിക്കും. മണിയമ്പളി രാജ് സാർ ഏത് റൂമിൽ ഗുരുവായൂരിന്നൊരു കവർ തന്നു വിട്ട് 2 സീൻ. പിന്നെ KPSC എഴുതി ചേച്ചി അഭിനയിക്കാൻ വരുമ്പോൾ രാജു ശ്രീനിവാസം അവിടെ നിന്നൊരു കവർ തന്നു, അതിനകത്തൊരു 3 സീൻ. അങ്ങനെയാണ് പടം ചെയ്യുന്നത്. ശ്രീനിവാസന് അതിനകത്ത് ഒരു ദിവസം അഭിനയമുള്ളൂ. അത് 19ാമത്തെ ദിവസം പുള്ളി വന്നു. നന്നായി ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് മോഹൻലാൽ കളിയാക്കി കൊന്ന് റാഗ് ചെയ്ത് വെളുപ്പിന് 5 മണി വരെ ഷൂട്ട് ചെയ്ത് 20 ദിവസം കൊണ്ട് പടം തീർത്തു. ആ പടമാണ് വെള്ളാനകളുടെ നാട്. അതാണ് ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത്. എന്തായാലും രാജേട്ടൻ, ഐ എം സോ ഹാപ്പി. രാജേട്ടൻ 2nd സീസണിലായാലും എന്റെ ആനീസ് കിച്ചണിൽ വന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നിട്ടാണ്. ഓരോ പ്രാവശ്യം ഫുഡ് അവിടെ എന്തെല്ലാം കൊടുത്ത് എൻ്റെ വീട്ടിൽ കൊടുത്തതിന് അപ്പോഴേ അറിയാം. പിന്നെ ഇതിനകത്തും ചില എപ്പിസോഡുകളൊക്കെ ഞാൻ കാണും. എന്തായാലും രാജേട്ടൻ മാത്രമാണ് ഒരു ഡിഫറെന്റ് ആയിട്ട്. രാജേട്ടന് സ്വീറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കുറെ നാളുകൾക്ക് ശേഷം എന്റെ പ്രേക്ഷകർക്ക് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഇതൊക്കെ വളരെ എന്താ പറയാ, പറഞ്ഞു നോക്കിയപ്പം ഈസിയാണ്, വളരെ ഈസിയാണ്. എന്തായാലും ചെയ്യും. ഇന്ന് ഞങ്ങൾ ചെയ്തത് ആ ഡെസേർട്ടാണ്. അതാണ് ഇതിലോട്ട് പകർന്നു. അതെ, ബാക്കിയൊക്കെ ഞാൻ ഇനി ഓരോ എപ്പിസോഡ്സിലായിട്ട് നമ്മള് ഇനി കാണിക്കും. പ്രൈസ് കൊടുക്കണോ? ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ. എനിക്ക് അത് നല്ല എന്താ പറയാ, ടെക്സ്ചറും എല്ലാം നല്ലതായിരുന്നു. അതെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.